ഷഹീദ മൂഴിക്കലിൽ എങ്ങനെയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടോ? മഴ ശക്തമായി പെയ്യുന്നുണ്ടോ? വിവരങ്ങൾ എന്താണ്? മോത്തി, കോഴിക്കോട് ശക്തമായ മഴയായിരുന്നു. ഇന്നലെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. രാവിലെ അല്പം, ഇന്നലത്തിന് സമാനമല്ല, രാവിലെ അല്പം മഴയ്ക്ക് ശമനമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഈ മൂഴിക്കൽ മെഡിക്കൽ കോളേജ് റോഡാണ്. ഈ റോഡ് ഇപ്പോൾ ഏറെക്കുറെ വെള്ളത്തിൽ ഉയർന്നു കഴിഞ്ഞു. കടകളുണ്ട്, തൊട്ടടുത്ത് നിരവധി വീടുകളുണ്ട്. ആ വീടുകളൊക്കെ വെള്ളം കയറുന്ന സ്ഥിതിയാണുള്ളത്. പല വീടുകളിൽ നിന്നും ആളുകളെ ഇന്നലെ വൈകുന്നേരം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അല്ലാത്ത ആളുകളൊക്കെ വീടിൻ്റെ മുകൾ നിലയിലേക്കൊക്കെ താമസിക്കുന്ന സാഹചര്യമാണുള്ളത്. അതായത് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. നാട്ടുകാരുണ്ട്. നിങ്ങൾ ഈ പ്രദേശത്താണോ വീട്? അവിടെ തന്നെ വിരിപ്പിൽ വെള്ളം കയറിയിരിക്കുകയാണ്. വെള്ളം കയറിയിരിക്കുകയാണ്. എപ്പോഴാണ് വരാൻ തുടങ്ങിയുള്ളത്? ഇന്നലെ മുതലുണ്ട് വെള്ളം, ഫുള്ള് വെള്ളമാണ്. ഇന്നലെ 2:30-3 മണിക്ക് വെള്ളം ജാസ്തി ആയിക്കൊണ്ടിരിക്കും. ഇതുവരെ വെള്ളം കുറവായിരുന്നു. പിന്നെ വെള്ളം കയറി വന്നതാണ്. ഡാം തുറന്നിട്ടാന്ന് തോന്നുന്നു. ഇവിടുത്തെ ഡാം പിന്നെ കക്കയം ഡാം തുറക്കുമ്പോൾ വെള്ളം ജാസ്തി ആയിട്ടാണ്. ഈ ആളുകളൊക്കെ മാറിയോ? ആളുകൾ കുറേ ആൾ മാറ്റി, സ്കൂളൊക്കെ മാറ്റി. റോഡ് പൂർണ്ണം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ആ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ബോർഡില്ല. മെഡിക്കൽ കോളേജ് ബസ് ഉണ്ടായി, കുട്ടി ബസ് അപ്പോൾ പോയില്ല, അതൊക്കെ പോയി. മെഡിക്കൽ കോളേജ് എമർജൻസി റോഡാണിത്. ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. काम क्या करेगा भाई? उधर पानी में रूम है ना, हम लोग को पानी में रूम डूब गया पूरा. उधर जा भी नहीं सकता है. काम किधर से जाएगा? अभी सब आदमी इधर देखो, सब बैठा है. अभी पूरा काम नहीं है. काम का गोल की बात है, सब आया इधर का काम नहीं है, क्या करेगा? बारिश है ना, बारिश का बहुत रूम पूरा पानी का अंदर है. रूम इधर से? हाँ, रूम उधर से है, पानी के अंदर में है. रूम जाता नहीं है, बहुत पहाड़ में. कैसा जाएगा काम में अभी? മോത്തി, നാട്ടുകാർ വളരെ പ്രയാസത്തിലാണ്. നമ്മളിപ്പോൾ സംസാരിച്ചത് ഈ പ്രദേശത്തുള്ള മൂഴിക്കലൊക്കെ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. ആ തൊഴിലാളികളും അവരുടെ വാസസ്ഥലത്തേക്ക്, താമസിക്കുന്ന സ്ഥലത്തേക്കും ജോലി സ്ഥലത്തേക്കും ഒന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. ശക്തമായ മഴ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ഇന്നലെ രാത്രി 9:30 കോഴിക്കോട് കക്കയം ഡാമിൻ്റെ ഷട്ടർ, 2 ഷട്ടറുകൾ 1/4 അടി വീതം ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അത് കുറ്റ്യാടി പുഴയിലേക്കാണ് അത് വെള്ളം ഒഴുകുന്നത്. നമ്മൾ കുറ്റ്യാടി തീരത്ത് ആ രീതിയിൽ ഒരു ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ വെള്ളം ഉയർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കക്കയം ഡാം തുറന്നതുകൊണ്ട് ഇതിപ്പോൾ പൂനൂർ പുഴ ഇതിൻ്റെ സമീപത്തുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മൂഴിക്കൽ ഭാഗത്തിന് സമീപത്താണ് പൂനൂർ പുഴയുള്ളത്. പൂനൂർ പുഴ, ഈ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ അത് കക്കയം ഡാം തുറന്നത് കൊണ്ടല്ല. വയനാട് പൂനൂർ പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ, വയനാടിൻ്റെ മലയുടെ ഭാഗങ്ങളിൽ ശക്തമായ മഴ ഉള്ളതുകൊണ്ടാണ് പൂനൂർ പുഴയിൽ ജലനിരപ്പ് ഉയരുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ മൂഴിക്കൽ ഉൾപ്പെടെയുള്ള കണ്ണാടിക്കൽ, മൂഴിക്കൽ, കക്കോടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്നലെ മുതൽ തന്നെ വെള്ളം കയറി തുടങ്ങിയിരുന്നു. ഇന്ന് അത് സമാനമായ സ്ഥിതിയിൽ നിൽക്കുകയാണ്. ശക്തമായ മഴ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. ഈ മൂഴിക്കൽ മെഡിക്കൽ കോളേജ് റോഡാണ് ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതിയുള്ളത്. മോത്തി.